നമസ്കാരം. നമ്മൾ ഒരുമിച്ച് ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ മനസ്സിനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ കൂടുതൽ കരുത്തോടെ ഒന്ന് പുനർനിർമ്മിക്കാനുള്ള ഒരു യാത്ര. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള താക്കോൽ വേറെ എവിടെയുമല്ല, അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരം. അപ്പോ നമുക്ക് ഒരുമിച്ച് ഈ പുതിയ തുടക്കം കുറിക്കാം, അല്ലേ? നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും പുതിയതായി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്ന് കരുതും. പക്ഷെ സത്യം അതല്ല. ഓരോ അറിവും ഒരു അവസാനമല്ല, മറിച്ച് അതൊരു പുതിയ തുടക്കമാണ്. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എപ്പോഴാണോ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുന്നത്, അപ്പം മുതലാണ് യഥാർത്ഥ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കാൻ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ചില ടൂൾസിനെ കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഒരു മെന്റൽ ടൂൾ കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 4 സ്റ്റെപ്പുകൾ ഒരു ഡെയിലി റുട്ടീൻ പോലെ കണ്ടാൽ മതി. ഒന്നാമതായി, രാവിലെ ഉണരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ചിന്തയോടെ ദിവസം തുടങ്ങുക. ഇന്നൊരു നല്ല ദിവസമായിരിക്കും എന്ന് സ്വയം പറയുന്നത് പോലെ. രണ്ടാമത്, ഒരു പ്രശ്നം വരുമ്പോൾ വിഷമിച്ചിരിക്കാതെ റീഫ്രെയിമിംഗ് ഉപയോഗിച്ച് അതിലെന്തെങ്കിലും നല്ല വശമുണ്ടോ എന്ന് നോക്കുക. മൂന്നാമതായി, എപ്പോഴെങ്കിലും തളർച്ചയോ മടുപ്പോ തോന്നുമ്പോൾ നിങ്ങളുടെ ആങ്കറുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് എനർജി വീണ്ടെടുക്കുക. പിന്നെ അവസാനം, രാത്രിയിൽ മനസ്സിലേക്ക് വരുന്ന ആവശ്യമില്ലാത്ത ചിന്തകളെ ഒഴിവാക്കാൻ സ്വിഷ് പാറ്റേൺ എന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ കരുത്തു കൂട്ടാൻ ഒരുപാട് സഹായിക്കും. ഈ റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഐഡിയയാണ്. ഇതിന്റെ അർത്ഥം പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടക്കുകയെന്നല്ല, മറിച്ച് ഓരോ വെല്ലുവിളിയിലും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഒരു പാഠം അല്ലെങ്കിൽ പുതിയൊരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ടാവും. അത് കണ്ടെത്തലാണ് പ്രധാനം. ആ ഒരു കാഴ്ചപ്പാട് മാത്രം മതി ഏതു വലിയ പ്രശ്നത്തെയും നേരിടാനുള്ളൊരു ധൈര്യം കിട്ടാൻ. ഇതിനെ നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സൂപ്പർ പവർ എന്നു തന്നെ പറയാം. നിങ്ങൾക്കിത് പരീക്ഷിച്ചു നോക്കാവുന്നതേയുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തോന്നിയ ഒരു നിമിഷം ഓർക്കുക. എന്നിട്ട് ആ സമയത്ത് നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിലൊന്ന് അമർത്തിപ്പിടിക്കുക. ഇത് പലതവണ ആവർത്തിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ആത്മവിശ്വാസം കുറയുന്നുവെന്ന് തോന്നുമ്പോൾ ഈ വിരലുകൾ ഇങ്ങനെ അമർത്തിയാൽ മതി. ആ പഴയ കോൺഫിഡൻസ് നിങ്ങളിലേക്ക് തിരികെ വരും. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്: നന്ദി. ഇത് വെറുതെ താങ്ക്സ് പറയുന്ന ഒരു ഫീലിംഗ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കാനുള്ള ഒരു ശക്തമായ ഉപാധി കൂടിയാണ്. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നാമല്ലേ? പക്ഷേ സംഭവം അങ്ങനെയല്ല. ഇതിന് നല്ല ആഴമുണ്ട്. നന്ദി ഒരു കാന്തം പോലെയാണ്. നമ്മൾ എന്തിലാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ കൂടുതൽ നല്ല അനുഭവങ്ങൾ നമ്മളെ തേടി വരും. ഇതെത്ര ശരിയാണല്ലേ? സാധാരണ നമ്മളെപ്പോഴും ഇല്ലാത്തതിനെക്കുറിച്ചല്ലേ ചിന്തിക്കാറ്? പക്ഷെ എപ്പോഴാണോ നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുന്നത്, അപ്പോൾ തന്നെ വലിയൊരു മാറ്റം വരും. നമ്മുടെ ഫോക്കസ് ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക് മാറും. ആ ഒരു മനോഭാവം മാത്രം മതി ജീവിതത്തിലേക്ക് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരാൻ. ശരി, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ എല്ലാം കാതലായ ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും കുറിച്ചുള്ള ഏറ്റവും ശക്തമായൊരു സത്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച റീഫ്രെയിമിംഗ്, ആങ്കറിംഗ്, ഇതൊന്നും വെറും തിയറികളല്ല. ഇവയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസാണ്, പണിയായുധങ്ങൾ. ജീവിതം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളുമില്ലേ, അവയാണ് നമ്മുടെ നിർമ്മാണ സാമഗ്രികൾ. ഈ ടൂൾസ് ഉപയോഗിച്ച് ആ വെല്ലുവിളികളെ നമുക്ക് മനോഹരമായ അനുഭവങ്ങളാക്കി മാറ്റാൻ കഴിയും. ഈയൊരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. നിങ്ങളുടെ മനസ്സിന്റെ ശില്പി നിങ്ങൾ മാത്രമാണ്. പുറത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അത് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിനകത്ത് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ആ ഒരു ശക്തി തിരിച്ചറിയുന്ന നിമിഷം പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. വെറുതെ അറിഞ്ഞിരുന്നാൽ മാത്രം പോരല്ലോ, അല്ലേ? ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം, ഒരു ശീലമാക്കി മാറ്റാമെന്ന് നോക്കാം. കാരണം അറിവിനേക്കാൾ വലുതാണ് പ്രവൃത്തി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അന്നത്തെ ദിവസം നിങ്ങളെ സന്തോഷിപ്പിച്ച വെറും 3 കാര്യങ്ങൾ ഓർക്കുക. ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായി നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരു നന്ദിയുള്ള മനസ്സോടെ ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ കയ്യിൽ ടൂൾസുണ്ട്. ഓരോ പുതിയ ദിവസവും പുതിയൊരു തുടക്കമാണ്. മനോഹരവും ശക്തമായൊരു മനസ്സ് കെട്ടിപ്പടുക്കാനുള്ള പുതിയൊരവസരം. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താണ് പണിയാൻ പോകുന്നത്? നിങ്ങളുടെ മനസ്സിനെ എങ്ങനെയാണ് രൂപപ്പെടുത്താൻ പോകുന്നത്? തീരുമാനം അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്.